നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം ACJM കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് പ്രതിരോധിക്കാൻ പ്രതികൾ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസിന് ബലപ്രയോഗം നടത്തേണ്ടി വന്നു. ചില അഭിഭാഷകരും എതിർപ്പുമായി രംഗത്തെത്തി. പ്രതികളെ അതേ കോടതിയിൽ ഉടൻ ഹാജരാക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്ന പ്രതിഭാഗം അഭിഭാഷകരുടെ ആവശ്യം മജിസ്ട്രേറ്റ് തള്ളി. പോലീസ് തന്ത്രപൂർവ്വം ഒരുക്കിയ കെണിയിൽ പൾസർ സുനിയും വിജീഷും കൃത്യമായി വന്ന് വീഴുകയായിരുന്നു. പ്രതികൾ കോടതിയിൽ ഹാജരാകാൻ ഉച്ചയോടെ എത്തുമെന്നറിഞ്ഞ പോലീസ് വ്യാപകമായി വലവീശി. പ്രതികൾ പിന്തുടർന്നു. നഗരത്തിൽ ജോസ് ജംഗ്ഷന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്യാൻ കെണിയൊരുക്കി ഒരു സംഘം കാത്തുനിന്നു. എന്നാൽ ജോസ് ജംഗ്ഷനിൽ ഒരു പ്രകടനത്തെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്ക് കണക്കുകൂട്ടൽ തെറ്റിച്ചു. ജോസ് ജംഗ്ഷനിൽ നിന്നും ഇടറോഡിലേക്ക് തിരിച്ച് ഒരു ബൈക്കിൽ പ്രതികൾ കോടതിക്ക് സമീപമെത്തി. ഇരുവരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. തൊട്ടടുത്തുള്ള എറണാകുളത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് ബൈക്ക് ഉപേക്ഷിച്ച ശേഷം മതിൽ ചാടിക്കിടന്ന് കോടതി വളപ്പിൽ പ്രവേശിച്ചു. വെള്ള ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് അഭിഭാഷകരെന്ന് തോന്നിക്കും വിധമായിരുന്നു ഇരുവരുടെയും വസ്ത്രധാരണം. ഇതിനിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട പോലീസ് പിന്നാലെ എത്തി. പോലീസിനെ കണ്ടതോടെ ഓടി കോടതിക്കുള്ളിൽ കയറുകയായിരുന്നു ഇരുവരും. കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയമായിരുന്നു അത്. മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ ഉണ്ടായിരുന്നില്ല. കീഴടങ്ങാനുള്ള ശ്രമം ഇതോടെ പ്രതികൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രതികൾ കോടതി മുറിക്കുള്ളിൽ കയറി നിന്നു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പിന്നാലെ എത്തിയ സെൻട്രൽ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ബലപ്രയോഗത്തിലൂടെ പ്രതികളെ കീഴടക്കി. പോലീസ് ജീപ്പിലേക്ക് ഇരുവരെയും കയറ്റി ആലുവ പോലീസ് ക്ലബിലേക്ക്. ഇതിനിടെ ചില അഭിഭാഷകർ പോലീസിനെ തടയാനും ശ്രമിച്ചു. പോലീസ് ജീപ്പിന്റെ താക്കോൽ ഊരിയെടുക്കാൻ ചിലർ മുതിർന്നു. പോലീസ് നടപടിക്കെതിരെ പിന്നീട് പ്രതികളുടെ അഭിഭാഷകർ മജിസ്ട്രേറ്റിനെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. അറസ്റ്റിനെ സാധൂകരിക്കുന്ന കോടതി നിലപാട് പോലീസിന് ആശ്വാസമാവുകയും ചെയ്തു. തന്ത്രപൂർവമായ നീക്കങ്ങളിലൂടെ പ്രതികളെ വലയിലാക്കിയ പോലീസ് നടപടി പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. സാലി മുഹമ്മദ്, കൊച്ചി. മുഖ്യപ്രതിയെ പിടികൂടിയ പോലീസ് നടപടി അഭിനന്ദനാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഈ പറയുന്ന പൾസർ സുനിയെ അടക്കം പിടികൂടാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ആ ടീമിനെ നമുക്ക് അഭിനന്ദിക്കാം. അല്ലേ? ഇപ്പോൾ ആരുടെ താല്പര്യമാണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. പൾസർ സുനിയുടെ അറസ്റ്റ് ഗുണകരമാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പീപ്പിളിനോട് പറഞ്ഞു. അറസ്റ്റ് വൈകിയതിൽ കഴമ്പില്ല. പോലീസ് പ്രതികൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കോടതിയിൽ കയറി പിടികൂടിയതിൽ തെറ്റുപറ്റിയെന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും DGP പറഞ്ഞു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു മാജിക് അല്ലല്ലോ. അപ്പോൾ ഒരു ആളൊക്കെ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ അപ്പം തന്നെ ഒരു 24 hours അറസ്റ്റ് ചെയ്യാം. 1 വർഷം പിടിക്കും, 2 വർഷം പിടിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ആ ജോലി ചെയ്തിട്ട് അവ പിടിച്ചിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അതിൽ ഞാൻ കമന്റ്സ് ഒന്നും പറയില്ല. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി അഭിനന്ദനാർഹമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമായി സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച ഇത്തരമൊരു നടപടി അഭിനന്ദിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത്. ഇരകൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. കോടതി പരിസരത്ത് വെച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആരോപിക്കുന്നവർ പീഡനത്തിന് ഇരയായ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് എന്ത് വിലയാണ് കൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികളുടെ അറസ്റ്റിൽ നിയമപരമായി തെറ്റില്ല എന്ന വിദഗ്ധർ. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിയമവിരുദ്ധമാകുകയുള്ളൂവെന്നും നിയമരംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കോടതി പിരിഞ്ഞ സമയത്ത് പ്രതിയെ കോടതിക്കുള്ളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോടതി ചേരുന്ന സമയത്ത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് പാടില്ല. മജിസ്ട്രേറ്റിന്റെ ചേംബറിനുള്ളിൽ നിന്നോ പ്രതി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കീഴടങ്ങിയാലോ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. പ്രതികളെ കോടതി മുറിയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതുകൊണ്ട് അത് നിയമവിരുദ്ധമാകില്ലെന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. മനസ്സിലാക്കുന്നിടത്തോളം കോടതി അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നില്ല. കോടതിയുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ വക്കാലത്തോ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയോ വന്നിരുന്നില്ല. ആ സമയത്ത് കോടതി പരിഗണിച്ചിരുന്ന സമയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരുന്ന ഒരു കേസിലെ പ്രതിയെ കോടതിയുടെ മുമ്പിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നില്ല ചെയ്തത്. അപ്പൊ ഇതില് നിയമവ്യവസ്ഥ പെർട്ടിനന്റ് ഇല്ലീഗാലിറ്റി, പ്രകടമായ നിയമവിരുദ്ധത ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പോലീസ് അതീവ ഗുരുതരമായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അതിനുള്ള അവകാശവുമുണ്ട്. ഒരു വക്കീലിന്റെ കൂടെ പോകുന്നതുകൊണ്ടോ ഒരു വക്കീൽ കൊണ്ടുവരുന്നത് കൊണ്ടോ മാത്രം ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഇല്ല.
പ്രതികൾ അഭിഭാഷകനോടൊപ്പം പോകുകയാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇരയ്ക്ക് ലഭിക്കാത്ത മനുഷ്യാവകാശമൊന്നും പ്രതിക്ക് ലഭിക്കേണ്ടതില്ലെന്ന് അഡ്വക്കേറ്റ് CP ഉദയഭാനു ചൂണ്ടിക്കാട്ടി. നിയമപരമായി കിട്ടേണ്ട സംരക്ഷണത്തിന് അർഹതപ്പെട്ടത് മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നവർക്കാണ്. ഇവിടെ മനുഷ്യാവകാശം സംരക്ഷിച്ച ആളാണോ ഈ ആരോപിതനായ പ്രതി എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട വസ്തുത. നിരാലംബയായി പൊതുവഴിയിൽ അപമാനിക്കപ്പെടുകയും തന്റെ സ്ത്രീത്വത്തിന് തന്നെ ദോഷകരമാകുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തികൾക്ക് വിധേയമാകുകയും ചെയ്ത പെൺകുട്ടിക്ക് ഇല്ലാത്ത ഏത് മനുഷ്യ അവകാശമാണ് ഇപ്പോൾ ഈ കീഴടങ്ങിയ പ്രതിക്ക് ഈ കോടതിയുടെ വരാന്തയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഉണ്ടായത് എന്ന് ഈ ആക്ഷേപം പറയുന്നവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ പൊതുസമൂഹത്തെ? കോടതി മുറിക്കുള്ളിൽ കയറി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ വിമർശിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. നോട്ട് നിരോധനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും സഹകരണ മേഖലയെ നിശ്ചലമാക്കുകയും ചെയ്തുവെന്ന് ഗവർണർ. സമഗ്ര വികസനത്തിനായി നവകേരള കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. 5 വർഷങ്ങൾക്കകം ഭവനരഹിതർക്കായി 4.32 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്നും ഗവർണർ P. സദാശിവം വ്യക്തമാക്കി. 14ാം കേരള നിയമസഭയുടെ 4ാം സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ഗവർണർ P. സദാശിവം ആമുഖത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടിയെ വിമർശിക്കുകയായിരുന്നു. നോട്ട് പിൻവലിക്കൽ തീരുമാനം ദരിദ്രരെയും താഴ്ന്ന മധ്യവർഗ വിഭാഗത്തിലുള്ളവരെയും എങ്ങനെ ബാധിക്കുമെന്ന വിശകലനം പോലും നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും ഇത് സംസ്ഥാനത്തെ ജനങ്ങളെ രൂക്ഷമായി ബാധിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സഹകരണ മേഖലയാകെ ഒരു രാത്രി കൊണ്ട് നിശ്ചലമാക്കിയെന്നും ഗവർണർ പറഞ്ഞു. Worried about the impact of all these observed facts on the state's economy in the last quarter of this year as well as in 2017 and 18. Already it has affected the revenues of the state significantly. നോട്ട് അസാധുവാക്കൽ മൂലം തിരിച്ചെടുക്കപ്പെട്ട കറൻസിയുടെ യഥാർത്ഥ തുക എത്രയാണെന്ന് ഇതുവരെ കേന്ദ്രം വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് വിചിത്രമാണ്. കഴിഞ്ഞ 9 മാസങ്ങളിൽ സുതാര്യത, സത്യസന്ധത എന്നീ തത്വങ്ങളിൽ അടിയുറച്ചുകൊണ്ട് തന്നെ എപ്രകാരം ഒരു സംസ്ഥാനത്തിന് ഒരു സുചിന്തിത വികസന അജണ്ടയുമായി മുന്നോട്ടു പോകാനാകുമെന്നത് ഈ സർക്കാർ യഥാർത്ഥത്തിൽ കാണിച്ചു തരികയുണ്ടായി. വരൾച്ച മൂലമുണ്ടാകുന്ന നഷ്ടസാധ്യതകൾ ലഘൂകരിക്കുന്നതിനായി സർക്കാർ 2016 ഒക്ടോബർ മുതൽ അതിശ്രദ്ധയുള്ള കരുതൽ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. The total housing mission life, that is livelihood inclusion and financial empowerment, aims to provide safe housing to the 4.32 lakh homeless in the state within a period of 5 years. ജനകീയാസൂത്രണത്തിന്റെ 2ാം ഘട്ടം പരമപ്രാധാന്യത്തോടെ നടപ്പാക്കും. ദേശീയപാതകൾക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലും വിവിധ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കലും വേഗത്തിലാക്കി സർക്കാർ മുന്നോട്ടു പോകുന്നു. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടുത്ത വർഷം നിലവിൽ കൊണ്ടുവരും. ഭിന്നലിംഗ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി ഒരു തൊഴിൽ നൈപുണ്യ പരിപാടി ആരംഭിക്കുമെന്നും 2.5 മണിക്കൂറിലധികം നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ P. സദാശിവം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം അഴീക്കൽ ബീച്ചിൽ സദാചാര ഗുണ്ടായിസത്തിനിരയായ യുവാവ് ആത്മഹത്യ ചെയ്തു. അട്ടപ്പാടി കാരാർ സ്വദേശി അനീഷാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അഗളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയോടെയാണ് അട്ടപ്പാടിയിലെ വീടിന്റെ പുറകിലുള്ള മരത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ അനീഷിന്റെ മൃതദേഹം കണ്ടത്. 24 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ 14-ന് വാലന്റൈൻസ് ദിനത്തിൽ കൊല്ലം അഴീക്കൽ ബീച്ചിൽ വെച്ച് അനീഷിനെയും ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെയും സദാചാര ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു. കടപ്പുറത്തിരുന്ന് സംസാരിച്ച ഇരുവരെയും സദാചാര ഗുണ്ടകൾ മർദ്ദിക്കുകയും ഒരുമിച്ച് നിർത്തി ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ ശേഷം ഈ മാസം 15-നാണ് അനീഷ് വീട്ടിലെത്തിയത്. സംഭവശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു അനീഷെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അഗളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ്. സദാചാര ഗുണ്ടകൾ ആക്രമിച്ച കേസിൽ കൊല്ലം ഉച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേർ റിമാൻഡിൽ കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാറ്റൂർ ഭൂമി ഇടപാടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ ചീഫ് സെക്രട്ടറി കെ ഭരത്ഭൂഷൺ തുടങ്ങിയവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വിജിലൻസ് കണ്ടെത്തൽ. ഫ്ളാറ്റ് കമ്പനിയെ സഹായിക്കാൻ പുറമ്പോക്ക് ഭൂമിയല്ലെന്ന് കുറിപ്പെഴുതി. വിജിലൻസ് എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പാറ്റൂർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ അഴിമതി കേസിനു പുറമെ ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തിയാണ് വിജിലൻസ് എഫ്ഐആർ സമർപ്പിച്ചത്. ഫ്ളാറ്റ് കമ്പനിയെ സഹായിക്കാൻ പാറ്റൂരിലെ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി MD അന്ന് എതിർത്തിരുന്നു. തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ചെയർമാനായ 4 അംഗ സമിതിയെ ഭൂമിയുടെ പരിശോധനയ്ക്കായി നിയോഗിച്ചു.
9.66 സെന്റ് ഭൂമി ഫ്ളാറ്റ് കമ്പനി കയ്യേറിയെന്ന് സമിതി കണ്ടെത്തി. എന്നാൽ ഈ റിപ്പോർട്ടിന് സ്വമേധയാ മറികടന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി E.K. ഭരത്ഭൂഷൺ ഭൂമി പുറമ്പോക്കല്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഭൂമിയായതിനാൽ ജലവിഭവ വകുപ്പ് എതിർത്തെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനോട് യോജിച്ചു. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുവരെ 6 മാസത്തോളം വാട്ടർ അതോറിറ്റി MDയുടെ എതിർപ്പടങ്ങിയ ഫയൽ റവന്യൂ വകുപ്പും പൂഴ്ത്തിയതായി വിജിലൻസിന്റെ FIRൽ പറയുന്നു. ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായി വിജിലൻസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.